ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു സംഘടനകളെടുത്ത് അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് ആലോചിച്ച് നോക്കട്ടെ. ഇല്ല, അവരുമായിട്ട് ഓക്കെ. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുകയാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം ഒരു ഭ്രാന്താലയമായി മാറിയോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ മാറി എന്ന് വേണം പറയേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ മൂത്ത മകന്റെ ചില പ്രസ്താവനകളാണ്. 1-2 വീഡിയോകൾ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ, ഒട്ടനവധി വീഡിയോകളുണ്ട്. അപ്പോൾ ആ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കേരളം ഒരു ഭ്രാന്താലയമാണോ എന്ന് തോന്നിപ്പോകും. നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നൊരു ചെറിയ സൂചന വെളിയിലേക്ക് വന്ന സമയത്ത് ഹിന്ദു സംഘടനകളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു മഹാസമാധി ഒരുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഹിന്ദു സംഘടനകളുടെ പിന്നിൽ നിന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഗോവൻ സ്വാമിയുടെ മകൻ, അതായത് മൂത്ത മകൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, അതായത് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന രീതിയിലേക്ക് കണക്കാക്കി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുവാൻ വേണ്ടി മുതിർന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല. പറഞ്ഞു, ഇത് കുടുംബം ആവർത്തിച്ച് പറഞ്ഞു, എല്ലാവരും കൂടി അവിടെ കൊത്തിക്കയറുകയാണ് ചെയ്തത്. ഒരു സന്യാസി സമാധി ഇരുന്നിട്ട് ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിച്ച് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും കൂടി സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഒരു നീതി അവർക്ക് കിട്ടുമായിരുന്നു. തുടക്കം മുതലേ അവർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി നാളെ സന്യാസിമാരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 3-4 ഒരു മഹാസമാധി അവിടെ ഇതേ സ്ഥലത്ത് തന്നെ മഹാസമാധിയായിട്ട് ഇപ്പൊ നിംസിലേക്ക് ഉണ്ട്. നിയമം എന്ന് പറയുന്നത് കേസ് കൊടുത്ത് 5 പേർക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു. 5 പേർക്ക് കേസ് സ്വീകരിച്ചു. ഫയലിൽ 5 ദിവസം കൂടി സഹിക്കായിരുന്നു. പക്ഷേ അതുപോലും ഇല്ലാതെ ഒരു സന്യാസിയെ, അത് സാധുവായ ഒരു സന്യാസിയെ ഇങ്ങനെ കീറി മുറിച്ച് കൊണ്ടുപോകേണ്ടി വന്ന ആ മക്കളുടെ ദുഃഖം, ആ മക്കൾ കാര്യമില്ലായിരുന്നു. എല്ലാ ചാനൽ ഉൾപ്പെടെ എതിരായിരുന്നു. പക്ഷേ അവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച മക്കളാണെന്നുള്ള തെളിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു സന്യാസ ജീവിതം നയിച്ച വ്യക്തിയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു സമാധിയാവുക, അതും സ്വർഗ്ഗവാതി ഏകാദശി ദിവസം സമാധിയാവുക. അത് കളങ്കപ്പെട്ടു പോയി എന്നുള്ള വലിയൊരു ദുഃഖമുണ്ട്. എന്നാലും ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ വിഷ്ണുപുരി ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ആ വിഷമങ്ങളൊക്കെ തീർക്കാവുന്ന പ്രക്രിയകളൊക്കെ ചെയ്തുകൊണ്ടുള്ള മഹാസമാധിയായിട്ട്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്തും BJP അതുപോലെ അനുബന്ധ ഹിന്ദു സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് ഈ നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിക്ക് ഒരു മഹാസമാധി ഒരുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. എന്നാൽ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗോവൻ സ്വാമിയുടെ മൂത്ത മകൻ ഈ ഒരു സംഭവത്തിന്റെ തുടക്കത്തിൽ തന്നെ മുസ്ലിങ്ങളെ നേരിട്ട് ആക്രമണം നടത്തുന്നതായിട്ട് കാണുവാൻ വേണ്ടി കഴിഞ്ഞു. പല വീഡിയോകളിൽ നിന്നും അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഇതുപോലുള്ള ഹിന്ദു സംഘടനയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അപ്പോൾ ഈ ഒരു വിഷയം കോടതിയിലേക്ക് ചെന്ന സമയത്ത് കോടതി ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഇടപെട്ടത് കൊണ്ടാണ് ഹിന്ദു സംഘടനകൾ ബാക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് ഒരു ചെറിയ സൂചന വെളിയിലേക്ക് വന്നപ്പോൾ അവരെല്ലാം കൂടെ സംഘടിച്ച് ഇത് വലിയൊരു വിഷയമാക്കി തീർത്തത് സർക്കാരിനെതിരും പോലീസിനും എതിരാക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ, അതായത് സമൂഹ മധ്യത്തിൽ ഇത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ഈ അമ്മയും മക്കൾക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരിങ്ങനെ തങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടതല്ല സമാധിയായതാണ് എന്ന് സമൂഹത്തെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ സംഘടനകളും അതുപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് വളരെ കാര്യമായിട്ട് ഇദ്ദേഹം സമാധിയായതാണ് എന്ന് ഈ സമൂഹത്തെ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയാണ് പരിപൂർണമായിട്ടൊരു സമാധിയായിട്ട് ഇവിടെ അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമാധിക്ക് മുകളിലേക്ക് വെക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇദ്ദേഹത്തിന് ഒരു മഹാസമാധി ഒരുക്കി കൊടുത്തുകൊണ്ട് ഇവർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സംബന്ധിച്ച് നമ്മൾ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ചില രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഒരു തവണ ഈ ശിഷ്യന്മാർ എന്ന് ഈ ഗുരുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ ശിഷ്യന്മാര് ഗുരുവിനോട് ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ മരിക്കുന്ന സമയത്ത് ഭൗതിക ശരീരം എന്ത് ചെയ്യണമെന്ന് ഈ ഗുരുവിനോട് ചോദിച്ചു. അതായത് ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് കൊടുത്തൊരു ഉത്തരവുണ്ട്, എന്റെ ശരീരം ചക്കിലിട്ട് ആട്ടിയതിനു ശേഷം തെങ്ങിന്റെ ചൂട്ടിലിട്ടാൽ മതി എന്നൊരു മറുപടിയാണ് ഈ ശിഷ്യന്മാർക്ക് ഈ ഗുരുദേവൻ കൊടുത്തത്. അപ്പോൾ ഗുരുദേവനോട് ശിഷ്യന്മാര് അത്ഭുതത്തോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മൃതശരീരത്തിന് ഒരു കാരണവശാലും വേദന അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്നാണ് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഗുരുദേവൻ ആ ഒരു വാക്കിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ഒരാള് തന്റെ ശരീരത്തിൽ നിന്നും പ്രാണനെ വിട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തിന് പിന്നെ യാതൊരു വിധമായിട്ടുള്ള ഉപയോഗമില്ല.
അതായത് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ വളമാക്കി വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം മാത്രമേ ആ ഒരു ശരീരത്തിനുള്ളൂ എന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശരീരമാണ് ഈ നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ ഒരു ശരീരത്തെയാണ് ഇത്ര വലിയ രീതിയിൽ വിശുദ്ധിയോടുകൂടി അവർ കാണുകയും അങ്ങനെ സമാധി ഇരുത്തിയതാണ്. അതിന് വലിയ പൗത്രതയുണ്ട്. ഇങ്ങനെ പോലീസുകാരും മറ്റുള്ള ആളുകളും വന്ന് തൊട്ട് അശുദ്ധിയാക്കാൻ പാടില്ല, അതിനെ ഒരു അമ്പലമാക്കി വെച്ച് അതിന് വലിയ പൂജകളൊക്കെ ചെയ്ത് വലിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തെ ഇങ്ങനെ പറഞ്ഞ് നിരന്തരം പഠിപ്പിക്കുന്നത് കേൾക്കുന്ന സമയത്ത് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു നൂറ്റാണ്ടിലാണ് ഇത് സംസാരിക്കുന്നത് എന്ന് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള ബോധവും ഇല്ല. അവർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണല്ലോ, അത് അവർക്ക് ബോധമില്ലെന്നെങ്കിലും നമുക്ക് ധരിക്കാം. എന്നാൽ ഈ ബോധക്കേട് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കും ഈ സമൂഹത്തിന്റെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകൾക്കും ഉണ്ട് എന്ന് കേൾക്കുന്ന സമയത്താണ് നമുക്ക് വളരെ കോമഡി ആയിട്ട് അത് തോന്നുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ പുതിയ തലമുറയൊക്കെ ഇത്തരം വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലൊക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എത്രത്തോളം പുച്ഛമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ളത് എന്നുള്ള കാര്യം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇത്തരത്തിലുള്ള ഒരു മഹാസമാധി ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് നൽകിക്കൊണ്ട് ഇവിടെ ഈ ഒരു സംഘടനകളൊക്കെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം ഇവിടുത്തെ പൊതുസമൂഹത്തിന്, അതായത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇത്തരത്തിലുള്ള ഒരു കേസ് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു, അതനുസരിച്ച് പോലീസ് കേസെടുത്തു, അവർ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി, അപ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇത്തരം ഒരു കാര്യം നടന്നത് ഈ കുടുംബം പറഞ്ഞ രീതിയിൽ തന്നെയാണ് അത് നടത്തിയത്. ഇതിനകത്ത് പോലീസുകാർക്കും ഗവൺമെന്റിനും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ആശയം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ഇവിടെ ചില സംഘടനകളൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം തർക്കമില്ല. ആദ്യ സമയത്ത് ഇത് തടയുവാൻ വേണ്ടി മുസ്ലിങ്ങളെ പിടിച്ച് അതിന്റെ ഇടയ്ക്കിട്ട് വർഗീയത ഇങ്ങനെ വെളിയിലേക്ക് തുപ്പിക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യം നടത്തിയത്. അതിനി വില പോകില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി നേരെ സർക്കാരിനെതിരെ തിരിഞ്ഞ് പോലീസിനെതിരെ തിരിഞ്ഞ് ഇതിനകത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ പൊക്കി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് ചില ആളുകളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഇവിടെ പൊതുസമൂഹം അത് തിരിച്ചറിയും, അതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ഇവർക്ക് യാതൊരു വിധമായിട്ടുള്ള നേട്ടവും കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നത് ശബരിമല വിഷയത്തിൽ തന്നെ നമ്മുടെ ഇടയിൽ തെളിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇതും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിഷയത്തില് എല്ലാവരും കൂടെ ചേർന്ന് ചില പ്രത്യേക താല്പര്യപ്രകാരം ഇദ്ദേഹത്തിന് ഒരു വലിയ മഹാസമാധി ഒരുക്കി കൊടുക്കുകയും അങ്ങനെ അവിടെ ഒരു പുണ്യസ്ഥലമായി മാറുകയും ഇവിടെ അന്ധവിശ്വാസം മുറുകെ പിടിക്കുന്ന നമ്മളെ കേരളത്തിലെ മലയാളികൾ അവിടെ നിത്യ സന്ദർശകരായി മാറുകയും നാളെ കാലത്ത് ചിലപ്പം നമുക്കറിയത്തില്ല ഈ വലിയ രീതിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയി മാറാനുള്ള സാധ്യത അതിനുണ്ട്. അത്രയ്ക്കധികം പബ്ലിസിറ്റി ഈ ഒരു മരണത്തിനും ഈ ഒരു സമാധിക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നാളെ ആ ഒരു രീതിയിലേക്ക് പല ആളുകൾ അവിടെ ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് പ്രത്യേക ഒരു സ്ഥലമായി പ്രാർത്ഥന നടത്തി ഇദ്ദേഹത്തെ ഒരു ദൈവമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമല്ല. മലയാളികളല്ലേ, അതൊക്കെ ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.